കൂട്ടുകാരെ, സോളിഡ് മെമ്മറി എന്ന നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ വീട്ടിലെങ്ങനെ ലിപ് ബാം ഉണ്ടാക്കാം എന്നുള്ളതാണ്. ലിപ് ബാം തയ്യാറാക്കാൻ ഞാൻ ഇന്നിവിടെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ 3 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. കഷ്ണങ്ങളാക്കി എടുത്ത ബീട്രൂട്ടാണിത്. ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതാണ് നമ്മൾ അരച്ചെടുത്ത ബീട്രൂട്ട്. ഇത് നമുക്കിനി അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ബീട്രൂട്ടാണിത്. അരിക്കുമ്പോൾ നന്നായി തരി വരാതെ അരിച്ചെടുക്കണം. തരി ഉണ്ടെങ്കിൽ 1-2 തവണ അരിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ അരിച്ചെടുത്ത നീരിനകത്തെ ജലാംശം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇതിനായിട്ട് നീര് ഇതിലേക്ക് ഒഴിക്കാം. കുറഞ്ഞ തീയിൽ നമുക്കിത് വറ്റിച്ചെടുക്കാം. പാത്രത്തിൽ കരിഞ്ഞു പിടിക്കാതെ ഇരിക്കാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത്രയും വറ്റിയതിന് ശേഷം നമുക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്ലിസറിൻ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ സ്പൂണിന് 1 സ്പൂൺ ഗ്ലിസറിനാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. ഒഴിച്ച് 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കാം. ഇത് പാകമായിട്ടുണ്ട്. ഇത് അടുപ്പത്തുനിന്ന് വാങ്ങി നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇതാണ് ഞാൻ തയ്യാറാക്കിയ ലിപ് ബാം. ഇതുപോലൊരു ചെറിയ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാകാൻ വെക്കാവുന്നതാണ്. 20 മിനിറ്റിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ലിപ് ബാം മോളുടെ ചുണ്ടിലൊന്ന് നമുക്കിട്ട് നോക്കാം. ഈ ലിപ് ബാം ഇടുന്നത് ചുണ്ടിൻ്റെ വരൾച്ചയ്ക്കും ചുണ്ടിൻ്റെ കറുപ്പ് നിറം മാറുന്നതിനും അനുയോജ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.